7-ാം മാസം 2 നേരം ഫുഡ് കൊടുത്തു തുടങ്ങാം. 8-ാം മാസം ഡേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് പൗഡർ ഫോമിലാക്കി നൽകുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ കുതിർത്ത് അരച്ച് കുറുക്കിൽ ചേർത്ത് നൽകാം. ഈ ഏജിൽ കുഞ്ഞിന് 3 നേരമാണ് ഫുഡ് നൽകേണ്ടത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് എന്ന രീതിയിൽ. മാത്രമല്ല ഒരു ഫുഡിനൊപ്പം മറ്റൊന്നുകൂടി മിക്സ് ആക്കി നൽകാം. അതായത് പരിപ്പ്, ചോറ്, റാഗിയോടൊപ്പം ആപ്പിൾ അല്ലെങ്കിൽ പഴം ചേർത്ത് നൽകാം. ചോറ്, ക്യാരറ്റ്, കിഴങ്ങ് ഇവയൊക്കെ ഉടച്ച് നൽകാം. ഓട്സ്, സൂചി പോലുള്ളവ ഈ മാസം ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഏജിൽ തീരെ ലൂസ് ആകാതെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഫുഡ് കൊടുത്ത് തുടങ്ങാം. കുറുക്കല്ലാതെ ചെറിയ ഫിംഗർ ഫുഡ്സ് പോലെ ചെറിയ പീസസ് ആക്കി വേവിച്ച ക്യാരറ്റ്, പംകിനൊക്കെ കുഞ്ഞിന് സ്വയം കഴിക്കാനും നൽകാം. 8-ാം മാസത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു ഫുഡാണ് മുട്ട. ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ബെസ്റ്റ് ഫുഡാണിത്. മുട്ട ഒരു അലർജനാണ്. അതിനാൽ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് മഞ്ഞയാണ്. നല്ലവണ്ണം വേവിച്ച് മാത്രം നൽകുക. ബുൾസൈ പോലുള്ളവ ആദ്യം തന്നെ ഒഴിവാക്കുക. തീർത്തും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് ബുൾസൈ. പുഴുങ്ങിയത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മുട്ട കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ടയുടെ വെള്ള 1 വയസ്സിന് ശേഷം മാത്രം നൽകിയാൽ മതി.